ഓ ശ്രീരാമ ശ്രീകൃഷ്ണ സമാരംഭാം വ്യാസശങ്കരമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. നമസ്കാരം. അധ്യാത്മ രാമായണം പാരായണം ചെയ്യുന്നവരൊക്കെ പല സംശയങ്ങളും ഉന്നയിക്കാറുണ്ട്. അധ്യാത്മ രാമായണം, എഴുത്തച്ഛൻ്റെ അധ്യാത്മ രാമായണത്തിന് ഭാഗവത സപ്താഹ മാതൃകയിൽ രൂപം അവതരിപ്പിച്ച ആദ്യത്തെ ആചാര്യനാണ് ഞാൻ. 7 ദിവസം നീണ്ടു നിൽക്കുന്ന ആ ഒരു യജ്ഞം പല ക്ഷേത്ര സങ്കേതങ്ങളിലും 10-20 വർഷങ്ങളായിട്ട് ഞാൻ അവതരിപ്പിച്ചു വരികയാണ്. അയോധ്യയിലും തർക്കസ്ഥലത്തും 2008 ഇത് അവതരിപ്പിക്കുകയുണ്ടായി. അപ്പോൾ ഓരോ വേദിയിലും ഇത് അവതരിപ്പിക്കുമ്പോൾ ഭക്തന്മാരുടെ ഭാഗത്ത് നിരവധി സംശയങ്ങൾ ഉന്നയിക്കാറുണ്ട്. ആ സംശയങ്ങൾ പലതും വളരെയധികം പ്രസക്തവുമാണ്. അപ്പോൾ അത്തരം സംശയങ്ങളൊക്കെ ഞാൻ നോട്ട് ചെയ്ത് വെക്കാറുണ്ട്. അപ്പോൾ അതിൽ ചിലത് വളരെ പ്രധാനപ്പെട്ട ചിലതിനെ ഞാനിപ്പോൾ ചോദ്യരൂപത്തിൽ ഉന്നയിച്ച് അതിനുള്ള മറുപടിയായിട്ടാണ് നിങ്ങളുടെ സംശയങ്ങൾ തീർക്കുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത എന്താ വെച്ചാൽ അധിക സംശയം ആളുകൾക്കുള്ളത്, എന്തുകൊണ്ട് അധ്യാത്മരാമായണം തുഞ്ചത്തെഴുത്തച്ഛൻ വിവർത്തനത്തിനായി എടുത്തു? സംസ്കൃതത്തിലാണ് രാമായണം, മൂലം എന്ന് പറയുന്നത് സംസ്കൃതമാണ്. അത് വാൽമീകി രാമായണമാണ് വളരെയധികം പ്രചാരത്തിലുള്ളത്, വളരെ ബൃഹത്തായ ഒരു രാമായണമാണ്. ആ വാൽമീകി രാമായണം എന്തുകൊണ്ട് എഴുത്തച്ഛൻ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യാനായി എടുത്തില്ല എന്നൊരു ചോദ്യം. ആ ചോദ്യത്തിന് നമ്മൾ എന്താണ് അതിൻ്റെ ഉത്തരം എന്നുള്ളത് മനസ്സിലാക്കണം. പലരും ചോദിക്കാറുണ്ട്, എന്താ ഈ കർക്കിടകത്തിൽ അധ്യാത്മരാമായണം തന്നെ വായിക്കുന്നത്, വാൽമീകി രാമായണം വായിച്ചുകൂടി എന്ന് പലരും ചോദിക്കാറുണ്ട്. അപ്പോൾ ഇവിടെ അതിനുള്ള തക്കതായ കാരണം 400 കൊല്ലം മുമ്പ് മലയാള ഭാഷയുടെ പിതാവാണ് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ. നിത്യവും നമ്മൾ ഓർക്കേണ്ട ഒരു ആചാര്യനും കൂടിയാണ് എഴുത്തച്ഛൻ. അപ്പോൾ അദ്ദേഹം വളരെയധികം ആലോചിച്ചതിന് ശേഷമേ ഒരു കാര്യത്തിൽ തീരുമാനമെടുക്കുള്ളൂ. അത് ഉത്തമ ബോധ്യമാണ്. അപ്പോൾ അദ്ദേഹം പല രാമായണങ്ങളും വായിച്ചിട്ടുണ്ട്. തമിഴിലുള്ള കമ്പരാമായണവും അതുപോലെ രാമചരിതമാനസ് ഹിന്ദിയിലുള്ള അതൊക്കെ അദ്ദേഹം വായിച്ചിട്ടുണ്ട്. വാൽമീകി രാമായണവും അദ്ദേഹം ധാരാളം വായിച്ചിട്ടുണ്ട്. പക്ഷേ അധ്യാത്മരാമായണം വ്യാസമഹർഷിയാലാണ് എഴുതപ്പെട്ടിരിക്കുന്നത്. വ്യാസമഹർഷി എന്നാണ് വിശ്വസിക്കുന്നത്. കാരണം പലതും നമ്മൾ ഊഹിച്ചെടുക്കേണ്ട ഒരവസ്ഥയാണ്. എത്രയോ 1000 കൊല്ലങ്ങൾക്ക് മുമ്പാണല്ലോ ഇതിൻ്റെയൊക്കെ രചനാകാലം. അപ്പോൾ അതുകൊണ്ട് ആ രചനാശൈലി നോക്കിയിട്ട് ഇതാരാവാം എഴുതിയിട്ടുണ്ടാവുക എന്നതാലോചിച്ച് അതിൻ്റെ തീരുമാനത്തിലാണ് അത് വേദവ്യാസ മഹർഷിയാലാണ് ഇത് എഴുതിയിരിക്കുന്നത്. മൂലം അധ്യാത്മരാമായണം. അധ്യാത്മം എന്ന വാക്കുകൊണ്ട് തന്നെ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും വേദാന്ത ചിന്തകൾക്കും അതുപോലെ ഭക്തിക്കും പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു രാമായണമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അതിൽ ആ മൂലം തന്നെ അദ്ദേഹം അടിസ്ഥാനപ്പെടുത്തി മലയാളത്തിലേക്ക് മൊഴിമാറ്റം നടത്തുകയാണ് ചെയ്തത്. അധ്യാത്മരാമായണം എങ്ങനെയാണ് അത് വ്യാസഭഗവാൻ രേഖപ്പെടുത്തിയിരിക്കുന്നത്? അതിലെ ഗുരു ആരാണതിലെ ശിഷ്യൻ അല്ലെങ്കിൽ ശിഷ്യ? അങ്ങനെയാണ് നമ്മുടെ പുരാണങ്ങൾക്ക് ഗുരു ശിഷ്യ ഉപദേശം. ഗുരു ഉപദേശിക്കുന്ന പോലെയാണ് എല്ലാ കൃതികളും നമ്മുടെ ഭാരതീയ സംസ്കാരത്തിലുണ്ടായിരിക്കുന്നത്. ചോദ്യോത്തരം എന്ന രീതിയിൽ തന്നെയാണ്. അത് ഓർമ്മയിലൂടെ കൊണ്ടു നടക്കും. കുറേ കഴിഞ്ഞിട്ടാണത് പുസ്തക രൂപത്തിലേക്ക് വന്നത്. അപ്പോൾ അതും കൂടി നമ്മളതിൻ്റെ ആ പരിണാമത്തെപ്പറ്റി നമ്മൾ ബോധവാന്മാരാകണം. അപ്പോൾ ഇവിടെ അധ്യാത്മരാമായണം എന്ന് പറയുന്ന വ്യാസമഹർഷി ഉമാമഹേശ്വര സംവാദ രൂപത്തിലുള്ളതാണ് എന്ന് നമുക്ക് പറഞ്ഞു തരികയാണ്. മഹേശ്വരൻ എന്ന് പറഞ്ഞാൽ പരമശിവൻ തൻ്റെ പത്നി പാർവതിക്ക് ഉപദേശിച്ചു കൊടുത്തതാണ് അധ്യാത്മരാമായണം. അങ്ങനെ വരുമ്പോൾ പരമശിവൻ എല്ലാവിധ കലകളുടെയും ശാസ്ത്രങ്ങളുടെയും പ്രണേതാവാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. സംഗീതമായാലും നാടകമായാലും നൃത്തമായാലും അക്ഷരങ്ങളുടെ ഒക്കെ തന്നെ ഉത്ഭവം പരമശിവനിൽ നിന്നാണ്. വാൽമീകി മഹർഷിയാണ്. ദേവത്വം മഹർഷിക്കില്ലല്ലോ.
പക്ഷേ ദേവാദിദേവൻ എന്ന് തന്നെ പറയാം പരമശിവന്, കൈലാസവാസിയായ കൈലാസനാഥൻ. അദ്ദേഹം പ്രത്യേക സാഹചര്യത്തിൽ തൻ്റെ പത്നി ഒരു സംശയം നിവാരണം ചെയ്തു തരണം എന്ന് പറഞ്ഞപ്പോഴാണ് വളരെ സന്തോഷത്തോടു കൂടി തൻ്റെ ഗുരുവിനെ ഓർത്ത് ഈ വിവരങ്ങൾ രാമകഥ അവരുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. പരമശിവൻ എപ്പോഴും ജപിക്കുന്ന നാമം ഏതാണെന്നറിയോ? രാമനാമമാണ്. രാമനാമത്തെ സദാകാലവും ജപിച്ചിടും കാമനാശനൻ ഉമാവല്ലഭൻ മഹേശ്വരൻ എന്ന് ഇതിൽ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എപ്പോഴും ആ ധ്യാനനിരതനായിട്ട് രാമ 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 എന്നാണ് പറയുന്നത്. അത് അടുത്തിരുന്നു കൊണ്ട് പാർവതി ദേവി ശ്രദ്ധിക്കുകയാണ്. തൻ്റെ ഭർത്താവ് ധ്യാനിക്കുമ്പോൾ ചൊല്ലുന്ന മന്ത്രം രാമമന്ത്രമാണ്. അതെന്തേ അദ്ദേഹം രാമമന്ത്രം ജപിക്കുന്നു? രാമൻ ഒരു ത്രിമൂർത്തി ആയ മഹാവിഷ്ണുവിൻ്റെ അവതാരം മാത്രമല്ലേ? വാസ്തവത്തിൽ പരമശിവനും ത്രിമൂർത്തികളൊരാളാണ്. അപ്പോൾ ത്രിമൂർത്തികളൊരാളായ പരമശിവൻ എന്തിന് വിഷ്ണുവിൻ്റെ അവതാരമായ രാമൻ്റെ നാമം ജപിക്കണം എന്ന് വലിയൊരു സംശയം അവരുടെ മനസ്സിലുണ്ടായി എന്ന് വേണം മനസ്സിലാക്കാനായിട്ട്. പക്ഷെ ഭർത്താവിനോട് എങ്ങനെ അത് ചോദിക്കുക, അതിനൊരു മടിയുണ്ട്. പക്ഷെ ഒരിക്കൽ വളരെ ധൈര്യത്തോടു കൂടി ദേവി ഭഗവാനോട് ആ സംശയം തീർത്തു തരാൻ വേണ്ടി പറയുകയാണ്. അപ്പോൾ അത് എഴുത്തച്ഛൻ വളരെ മനോഹരമായിട്ട് ബാലകാണ്ഡത്തിൽ ദേവിയുടെ ചോദ്യവും അതിനുള്ള ഭഗവാന്റെ മറുപടിയും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് വായിക്കുമ്പോൾ തന്നെ അത് നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണ്. എങ്കിലും അത് ഒന്നുകൂടി വായിക്കാം. കൈലാസാചലേ സൂര്യകോടിശോഭിതേ വിമലാലയേ രത്നപീഠേ സംവിഷ്ടം ധ്യാനനിഷ്ഠം ഫാലലോചനം മുനിസിദ്ധദേവാതിസേവ്യം നീലലോഹിതം നിജ ഭർത്താരം വിശ്വേശ്വരം. ആ കൈലാസ പർവ്വതത്തിൽ ഭഗവാൻ ധ്യാനനിരതനായിരിക്കുന്ന ഒരു മുഹൂർത്തം, അതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ഉടനെ എന്താണ് അടുത്ത സംഭവം? വന്നിച്ചു വാമോത്സംഗേ വാഴുന്ന ഭഗവതി സുന്ദരി ഹൈമവതി ചോദിച്ചു ഭക്തിയോടെ. തൊട്ടടുത്ത് വന്നിച്ചുകൊണ്ട് തൻ്റെ ഇടത്തെ തുടയിലിരിക്കുന്ന ദേവി പാർവതി ഭഗവാനോട് ഭക്തിയോട് ചോദിക്കുകയാണ്. എന്താ ചോദ്യം? അത്യന്തം രഹസ്യമാം വസ്തുവെന്നിരിക്കലും എത്രയും മഹാനുഭാവന്മാരായുള്ള ജനം ഭക്തിവിശ്വാസ ശുശ്രൂഷാദികൾ കാണും തോറും ഭക്തന്മാർക്കുപദേശം ചെയ്തിടുമെന്നു കേൾപ്പൂ. ആകയാൽ ഞാനുണ്ടൊന്നു നിന്തിരുവിടി തന്നോടാകാംക്ഷാപരവശ ചേതസാ ചോദിക്കുന്നു. കാരുണ്യം എന്നെക്കുറിച്ചുണ്ടെങ്കിൽ എനിക്കിപ്പോൾ ശ്രീരാമദേവതത്വം ഉപദേശിച്ചിടണം. അങ്ങെപ്പോഴും ജപിച്ചുകൊണ്ടിരിക്കുന്ന ആ രാമൻ്റെ മഹാത്മ്യത്തെപ്പറ്റി അങ്ങെനിക്ക് ഉപദേശിച്ചു തരണം. അങ്ങയിൽ ഞാൻ ഒരുപാട് അറിവുകൾ നേടിയിട്ടുണ്ട്, പല കാര്യങ്ങളെക്കുറിച്ച് അങ്ങെനിക്ക് ഉപദേശം നൽകിയിട്ടുണ്ട്. പക്ഷേ അങ്ങ് സദാസമയവും ജപിച്ചുകൊണ്ടിരിക്കുന്ന രാമദേവനെക്കുറിച്ച് ഇതുവരെ എന്നോട് പറഞ്ഞില്ല. ആ രഹസ്യമൊന്ന് അങ്ങ് പറഞ്ഞു തരണം എന്ന് പറഞ്ഞപ്പോൾ പരമശിവൻ ചിരിച്ചു എന്നാണ് പറയുന്നത്. സാധാരണ ഗൗരവപ്രകൃതിയുള്ള പരമശിവൻ പത്നിയുടെ ആ ചോദ്യം കേട്ടപ്പോൾ വളരെയധികം സന്തോഷിച്ചു എന്നാണ് പറയുന്നത്. ആ സന്തോഷം എങ്ങനെ പ്രകടിപ്പിക്കുന്നു എന്നുള്ളതും കൂടി എഴുത്തച്ഛൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈശ്വരീ കാർത്യായനീ പാർവതി ഭഗവതി ശാശ്വതനായ പരമേശ്വരനോടീ വണ്ണം ചോദ്യം ചെയ്തതു കേട്ടു തെളിഞ്ഞു ദേവൻ ജഗദാധീശ്വരൻ മന്ദഹാസം പുണ്ടരുൾ ചെയ്തു. ധന്യേ വല്ലഭേ ഗിരികന്യേ പാർവതീ ഭദ്രേ നിന്നോളമാർക്കുമില്ല ഭഗവൽ ഭക്തിനാഥേ. ശ്രീരാമദേവതത്വം കേൾക്കണമെന്നു മന താരിൽ ആകാംക്ഷയുണ്ടായി വന്നതു മഹാഭാഗ്യം. മുന്നമെന്നോടിതാരും ചോദ്യം ചെയ്തില്ല, ഞാനും നിന്നാണ് കേൾപ്പിച്ചതില്ലാരെയും ജീവനാഥേ. അത്യന്തം രഹസ്യമായുള്ളൊരു പരമാത്മതത്വാർത്ഥമറികയിൽ ആഗ്രഹമുണ്ടായതും ഭക്തതിശയം പുരുഷോത്തമൻ തങ്കലേറ്റം നിത്യവും ചിന്തക്കാമ്പിൽ വർദ്ധിക്ക തന്നെ മൂലം. നിൻ്റെ ചുണ്ടിൽ നിന്ന് എന്താണ് ഈ സംശയം ഇതുവരെ വരാഞ്ഞത് എന്നതിനെപ്പറ്റി ഞാൻ നിരന്തരം ചിന്തിക്കുകയായിരുന്നു. എപ്പോഴും ഞാൻ ജപിച്ചുകൊണ്ടിരിക്കുന്ന രാമനെക്കുറിച്ച് അറിയാൻ എന്തേ നീ ആഗ്രഹം പ്രകടിപ്പിക്കാതിരുന്നത് ഇരിക്കുന്നത്
എന്നിങ്ങനെ വളരെ ആകാംക്ഷയോടുകൂടി ഞാൻ കാത്തിരിക്കുകയായിരുന്നു. പക്ഷേ ഇന്നെനിക്ക് വളരെ സന്തോഷമായി. നിൻ്റെ മുഖത്ത് നിന്ന് നേരിട്ട് ആ സംശയം വന്നുവല്ലോ. ഇവിടെ വേറൊരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. എപ്പോഴും ഈ ഉപദേശം നൽകുമ്പോൾ അത് ഉപദേശം ആവശ്യപ്പെട്ട ഒരാൾ നമ്മുടെ മുമ്പിൽ വരണം, അവർ ചോദിക്കണം, എങ്കിലേ ഉപദേശിച്ചിട്ട് കാര്യമുള്ളൂ. വെറുതെ ഒരാൾ വിളിച്ച് ഉപദേശിച്ചാൽ അത് മൈൻഡ് ചെയ്യില്ലായിരുന്നു. അതാണ് ഉപദേശത്തിന് പലപ്പോഴും പ്രസക്തിയില്ലാതെ പോകുന്നത്. ഉപദേശിക്കേണ്ടത് എപ്പോഴാണോ ആ ഉപദേശം ആവശ്യപ്പെടുന്നത്, ആ സന്ദർഭത്തിൽ നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അത് നന്നായിട്ട് ഉൾക്കൊള്ളാൻ സാധിക്കും എന്നുള്ളതാണ്. ആ ഒരു തത്വവും കൂടി പരമശിവൻ്റെ ഈ നടപടിയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതുവരെ ആരും എന്നോട് ചോദിച്ചില്ല രാമൻ്റെ മഹാത്മ്യത്തെക്കുറിച്ച്. പക്ഷെ നീ ഇപ്പോൾ എന്നോട് ചോദിച്ചിരിക്കുന്നു. വളരെ സന്തോഷം. ദേവിയെ പുകഴ്ത്തുകയാണ്. ധന്യേ, വല്ലഭേ, ഗിരികന്യേ, പാർവതി, ഭദ്ര, എന്തൊക്കെ വിശേഷണ പദങ്ങളുണ്ടോ അതൊക്കെ ഉപയോഗിച്ച് തൻ്റെ പത്നിയെ പ്രോത്സാഹിപ്പിക്കുകയാണ് ഭഗവാൻ ആ ചോദ്യം ചോദിച്ചതിന്. അത് കേൾക്കണം, അതിനുള്ള സന്ദർഭം വരുമ്പോഴേ അതൊക്കെ തോന്നുള്ളൂ. അതിനുള്ള പുണ്യം കൂടി ഉണ്ടായിരിക്കണം എന്നുകൂടി അതിൽ പറയുന്നു. ഇപ്പോൾ ക്ഷേത്ര ദർശനത്തിന് പലരും പോകാറില്ല. അപ്പോൾ നമ്മൾ വിചാരിക്കും എന്തേ പോയാൽ എന്താ അത് പോകാത്തതെന്ന്. പക്ഷെ അതിനുള്ള പുണ്യം ചെയ്തിരിക്കണം. അത് ചെയ്തെങ്കിലല്ലേ അതിനുള്ള സുഹൃതം അനുഭവിക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. നിർബന്ധിച്ചാരും ക്ഷേത്ര ദർശനം നടത്താൻ പറയേണ്ട ആവശ്യമില്ല. കാരണം അവർക്കത് ആ ദർശനത്തിനുള്ള പുണ്യം ചെയ്തിട്ടില്ല. ഈ ജന്മത്തിൽ ചെയ്തിട്ടില്ല, അടുത്ത മുൻ ജന്മത്തിലും ചെയ്തിട്ടില്ല. വരും, കുറച്ച് കഴിയുമ്പോൾ അവർക്ക് ആ പുണ്യം അവരെ ലഭിക്കുമ്പോൾ അവർ നമ്മളറിയാതെ തന്നെ കാണാം അമ്പലത്തിൽ പോയി ദർശനം നടത്തും, അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കുന്നതെന്നർത്ഥം. അപ്പോൾ ഇവിടെ ദേവിക്ക് പൂർണ്ണമായിട്ടും ഭഗവാൻ വിശദീകരിച്ചു കൊടുക്കുന്നു രാമായണം. ആ രാമായണത്തിൽ ശ്രീരാമൻ്റെ ആ സംഭവം വളരെ ചുരുക്കി ആദ്യം പറഞ്ഞു പരമശിവൻ. അവസാനത്തെ രംഗം ഫ്ലാഷ് ബാക്ക് പോലെയാണ് പറയണം. ഭഗവാൻ അങ്ങനെയാണ് ഭഗവാന്റെ ശൈലി, ഈ കഥ പറയുന്നതിൻ്റെ ശൈലി. ലാസ്റ്റ് രംഗം അവതരിപ്പിക്കുക. അപ്പോൾ അത് കാണുമ്പോൾ ആളുകൾക്ക് ഇതിൻ്റെ മുൻ രംഗങ്ങൾ എന്താണ് എന്നറിയാൻ ആകാംക്ഷ ഉണ്ടാവും. അപ്പോൾ വേണം ഇത് തുടങ്ങാനായിട്ട്. അപ്പോൾ ഭഗവാൻ ആദ്യം ചുരുക്കി പറഞ്ഞു. ഇപ്പോൾ ചില സിനിമയും ഇതൊക്കെ ഫ്ലാഷ് ബാക്കിൽ തുടങ്ങുന്നില്ല, അത് പരമശിവൻ തുടങ്ങി വെച്ചതാണ്. അല്ലാതെ ഒരു പുതിയൊരാളൊരു ഡയറക്ടർ കണ്ടെത്തി എന്നുള്ളതൊന്നുമല്ല. കാരണം ഈ പുരാണം വായിച്ചവർക്ക് അതിൽ അത്ഭുതം തോന്നില്ല. അപ്പോൾ ആ ചുരുങ്ങിയ അവസാന രംഗം പറഞ്ഞു കൊടുത്തപ്പോൾ ദേവിക്ക് കൂടുതൽ താല്പര്യമുണ്ടായി. ആദ്യം മുതൽ എനിക്കറിയണം, ജനനം മുതൽ അറിയണം എന്ന്. അങ്ങനെ ഈ അധ്യാത്മരാമായണത്തിലൂടെ പരമശിവൻ ആദ്യം മുതൽ ശ്രീരാമൻ്റെ ജനനം മുതൽ രാവണനെ വധിക്കുന്നത് വരെയുള്ള കാര്യങ്ങൾ സന്ദർഭോചിതമായി വളരെ ഭംഗിയോടുകൂടി തൻ്റെ സ്വന്തം പത്നിക്ക് ഉപദേശിച്ചു കൊടുക്കുക. അപ്പോൾ പരമശിവൻ്റെ മൊഴിമുത്തുകളാണ് രാമായണം. അതാണ് ആ മൃത്യുഞ്ജയൻ്റെ, ആ കാലാന്തകൻ്റെ ആ മൊഴിമുത്തുകൾ ഈ കർക്കിടക മാസത്തിൽ വായിക്കുമ്പോൾ എല്ലാ ഭയത്തിൽ നിന്നും അകന്നു പോകും, ഭയവും അകന്നു പോകുന്നു. മരണഭയം പോലും ഉണ്ടാവില്ല. അതാണ് രാമായണം പതിവായിട്ട് വായിക്കാൻ പറയുന്നത്. സന്ധ്യാനേരത്തെ രാമനാമം ജപിക്കാൻ പറയുന്നത്. സന്ധ്യാനേരത്താണ് നാമം ജപിക്കേണ്ടത്. രാമനാമമാണ്. 2 അക്ഷരേ ഉള്ളൂ, രാമ, വേറെ ഒന്നും അക്ഷരങ്ങളില്ല അതിൽ. അത് ജപിക്കുമ്പോൾ എല്ലാ നെഗറ്റീവ് എനർജിയും അന്തരീക്ഷത്തിൽ നിന്ന് പോകുന്നു, നമ്മുടെ ചുറ്റുപാടുള്ള അന്തരീക്ഷത്തിൽ. അതുവരെ നമ്മുടെ ശാരീരികമായ ക്ഷീണവും ഇല്ലാതായിത്തീരുന്നു. ചെറുപ്പത്തിലൊക്കെ ധാരാളം ഇത് ചെയ്ത ഒരാളാണ് ഞാൻ. അതിൻ്റെ അനുഭവം ധാരാളം എനിക്കുണ്ടായിട്ടുണ്ട്. ആ കാലത്തൊക്കെ നിർബന്ധമാണ്, വീട്ടിലുള്ളവർ നിർബന്ധിച്ച് ചെയ്യിച്ചതാണ്. പക്ഷേ ഇന്നിപ്പോൾ ആ തലമുറ, ഈ തലമുറ അതൊന്നും ശ്രദ്ധിക്കുന്നില്ല. പല പ്രശ്നങ്ങളിൽ ഇങ്ങനെ ഇടപെടുന്നു. മാനസികമായ ശക്തി കുറയുന്നു. പല ചിന്തകളിലേക്കും, തെറ്റായ ചിന്തകളിലേക്കും മനസ്സ് കടന്നു പോകുന്നു. അങ്ങനെ ഒരവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. എന്തായാലും രാമായണം പരമശിവ പ്രോക്തമാണ്. ദേവിക്ക് ശക്തി സ്വരൂപിണിയായ ദേവിക്ക് ഉപദേശിച്ചതാണ്. അതാണ് നമ്മൾ കർക്കിടക മാസത്തിൽ പാരായണം ചെയ്യുന്നത്. നമസ്തേ.